സഹോദരി സഹോദരന്മാരെ, ഞാനിന്നൊരു പ്രത്യേക കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതും നമ്മുടെ മാനവരാശിക്ക് വിനാശകരമായി വന്നു ഭവിക്കാവുന്ന ഒരു കാര്യം. എനിക്കറിയാമായിരിക്കും, നമുക്കിവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം വളരെ ദൂരെയാണ് നടക്കണമെങ്കിലും നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറുകയാണത്. കഴിഞ്ഞ ഒരു 50-100 വർഷത്തിനിടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 50-ന് മുകളിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം ഈ 100 വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ്. ഏറ്റവും വളരെയധികം സഹോദരന്മാരെയും സഹോദരിമാരെയും നഷ്ടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു അത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ഒട്ടുമിക്കതും ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തുകൊണ്ട് നമ്മളിങ്ങനൊരു വാർത്ത ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഞാനത് വിശദീകരിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ഈ ലോകത്തെ മുഴുവൻ മുൻമുലയിൽ നിർത്തി ഇസ്രയേലും US-ഉം ചേർന്ന് ഇറാനെ ആക്രമിച്ചു. അവരുടെ പരമോന്നത നേതാവിനെ വധിക്കുകയും 200ഓളം കുട്ടികളെ അവരുടെ സ്കൂളുകളിൽ ബോംബിട്ട് അവരെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിരുന്നു. 4 ദിവസം, ഇപ്പോൾ 24 ദിവസം കഴിഞ്ഞിട്ടും 4, 14, 24 കഴിഞ്ഞു. ഇനിയും അത് അടുത്തൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം US-നോ ഇസ്രയേലിനോ ഒരു കാലത്തും ജയിക്കാൻ കഴിയില്ല. ഇത് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജയിക്കണമെന്ന് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അത് ഒരു രീതിയിൽ മാത്രമേ നടക്കുള്ളൂ. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ മഹാനായ ട്രംപ് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഹാരി S. ട്രൂമാൻ എന്ന അമേരിക്കൻ പ്രസിഡൻ്റ് 33-ാമത്തെയും 34-ാമത്തെയും പ്രസിഡൻ്റായിരുന്നു. 1945 മുതൽ 53 വരെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അദ്ദേഹത്തെ കോപ്പി അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പഠിക്കണം. അപ്പം ട്രംപ് ട്രൂമാന് വേണ്ടി പഠിച്ചാൽ, ട്രംപ് ട്രൂമാന് പഠിക്കണം. എന്നാൽ മാത്രമേ ഈ വിജയം അവർക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ, ഓർപ്പിക്കാൻ കഴിയുള്ളൂ. ഇനി എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കാം. ട്രൂമാൻ എന്ന വ്യക്തി 1945 ഏപ്രിൽ മാസത്തിലാണ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റത്. 1941 മുതൽ നടന്നുകൊണ്ടിരുന്ന സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു കക്ഷിയായിരുന്ന US ആക്രമിച്ചിരുന്നവരെ ജർമ്മനി നയിക്കുന്ന ഇറ്റലി, ഫ്രാൻസ്, ബെൽജിയം, ബൾഗേറിയ, പോളണ്ട്, നെതർലാൻഡ്, ജപ്പാൻ, ഇങ്ങനെ പല രാജ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹം ചുമതലയെടുത്ത മാസം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏപ്രിൽ മാസം അദ്ദേഹം ചുമതലയെടുക്കുമ്പോൾ ആകെ 2 രാജ്യങ്ങളാണ് ഇതിനകത്ത് യുദ്ധത്തിലുണ്ടായിരുന്നത്, അമേരിക്കയുടെ എതിർകക്ഷിയായിട്ട്. അത് ജപ്പാനും ജർമ്മനിയുമായിരുന്നു. ജർമ്മനി ആവട്ടെ, അതേ ഏപ്രിൽ മാസത്തിന് ശേഷം മെയ് 7-ാം തീയതി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി, അടിയറവ് പറഞ്ഞു പിന്മാറി. പിന്നെ അവശേഷിക്കുന്നത് ജപ്പാൻ മാത്രമാണ്.
ഈ സമയത്ത് ജപ്പാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, യുദ്ധത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ തോൽവി സമ്മതിച്ച് പുറത്തു പോകാനോ ട്രൂമാൻ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അമേരിക്ക അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ജപ്പാൻ ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല. ഇതേ സമയം അമേരിക്ക ബോംബുകളുടെ നിർമ്മാണത്തിൽ ഗവേഷണങ്ങളൊക്കെ നടത്തി. ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബും ഒക്കെ നിർമ്മിച്ച് റെഡിയാക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രോജക്റ്റാണ് മാൻഹട്ടൻ പ്രോജക്റ്റ്. ഈ പ്രൊജക്റ്റിലൂടെ ഉണ്ടാക്കിയ ബോംബുകൾ ജപ്പാനെതിരെ പരീക്ഷിക്കാനാണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ട്രൂമാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് അത് ഓർഡർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് മാസം 6-ാം തീയതി 1945 ഹിരോഷിമ നഗരത്തിൽ ആദ്യത്തെ ആറ്റം ബോംബ് ഇട്ടു. 64 കിലോ സ്ഫോടകശേഷിയുള്ള യുറേനിയം 235, അത് 15,000 കിലോ TNTക്ക് തുല്യമാണ് എന്ന് മനസ്സിലാക്കണം. ഈ ബോംബ് വർഷിച്ചതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്കകം 80,000 പേരും ഏതാനും ദിവസങ്ങൾക്കകം പിന്നീട് ഒരു 60,000 പേരും ആ കൊല്ലം അവസാനമായപ്പോഴേക്കും ഈ ഒരു ബോംബിൻ്റെ പ്രത്യാഘാതം കൊണ്ട് മാത്രം 2 ലക്ഷത്തോളം പേരും ജപ്പാനിൽ മരിച്ചു എന്ന് മനസ്സിലാക്കുക. അതവിടെ നിൽക്കട്ടെ. നാല് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമതൊരു ബോംബ്, ഇത്തവണ ഒരു ന്യൂക്ലിയർ ബോംബ്, പ്ലൂട്ടോണിയം ബോംബ്, 4600 കിലോ സ്ഫോടക വസ്തുവുള്ള ബോംബ് നാഗസാക്കിയിൽ വർഷിച്ചു. $40,000 പേര് ഉടനെയും പിന്നീടൊരു 60,000 പേരും ആ വർഷം അവസാനമായപ്പോഴേക്കും 1,10,000 പേരുമായി മരണസംഖ്യ. എല്ലാം സാധാരണക്കാരായ ജനങ്ങൾ. അങ്ങനെ ഈ രണ്ടാമത് ബോംബ് 9-ാം തീയതി നാഗസാക്കിയിൽ വർഷിച്ചപ്പോൾ ഉയർന്ന ചോദ്യമാണ്, എന്തിനായിരുന്നു രണ്ടാമത്തെ ബോംബ് ഇട്ടത്? ഒരു ബോംബ് തന്നെ ചെയ്യാവുന്ന നാശനഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെയ്യാവുന്നതിൻ്റെ പരിധിക്ക് അപ്പുറമായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം പേര് ആ വർഷം മരിച്ചു. പോട്ടെ, അത് ആ വർഷ അവസാനം വരെ നമ്മൾ നോക്കണ്ട. ഈ ബോംബ് ഇട്ട മിനിറ്റുകൾക്കകം തന്നെ 80,000 പേര് മരിച്ചു. അതിൻ്റെ റേഡിയേഷൻ കാരണവും അതിൻ്റെ ചൂട് കാരണവും അതിൻ്റെ ബ്ലാസ്റ്റ് ശബ്ദം കാരണവും ഒക്കെയാണ് ഈ മരണങ്ങൾ മുഴുവൻ സംഭവിച്ചത്. അങ്ങനെ ഇരിക്കെ രണ്ടാമതൊരു ബോംബിൻ്റെ പരീക്ഷണം എന്തിനായിരുന്നു? എന്തിനാണ് രണ്ടാമത് ബോംബ് ഇട്ടത്? ഇത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ? അത് 1945 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഇട്ട ബോംബിൻ്റെ ഉത്തരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതിനാകെ ഒരു ഉത്തരവേ ഉള്ളൂ, ആ ബോംബൊന്ന് പരീക്ഷിക്കണം. അതിന് ഇത്രയും പേരെ കൊന്നിട്ട് വേണം US അത് ചെയ്യേണ്ടിയിരുന്നത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാതിരുന്ന ജപ്പാനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കണം, അല്ലെങ്കിൽ തോറ്റു മാറണം, തോൽവി സമ്മതിക്കണം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. വിശ്വസിക്കാൻ കഴിയുമോ? എന്ത് നേടി? അന്നു മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോൾ 81 വർഷമായി. ഈ 81 വർഷത്തിനിടയ്ക്ക് 80ഓളം ബേസുകൾ ജപ്പാനിലുണ്ട് എന്ന് മാത്രം. ഏകദേശം 50,000 സൈനികരും. ഈ സൈനികർക്ക് മുഴുവൻ ചെലവ് കൊടുക്കുന്നത് ജപ്പാൻ ഭരണകൂടം. അവരുടെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് അവരാണ്. എന്തിനവർക്ക് ഇത്രയും കാലം ഇവരെ ചുമക്കേണ്ട ആവശ്യം? ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. 1945 ഇവർ യുദ്ധം ചെയ്യുമ്പോഴും
അവർക്ക് അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഈ ബോംബിൽ നിന്ന് കുറവ് ഒഴിച്ചാൽ. ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാനുള്ള പ്രാപ്തി ഇപ്പോഴും ഉണ്ട് ജപ്പാന്, അന്നും ഉണ്ടായിരുന്നു. അന്നത് അവരുണ്ടാക്കിയിരുന്നില്ല. ഒരു ന്യൂക്ലിയർ പവർ തന്നെയാണ് ജപ്പാൻ. ജപ്പാനും റഷ്യയും ഇന്നിപ്പോൾ യുദ്ധം ചെയ്യുന്ന ഇസ്രയേൽ വരെ നമുക്കൊരിക്കലും ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായിട്ട് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ന്യൂക്ലിയർ ശേഷിയുണ്ട്. അവർ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. ഇംഗ്ലീഷിൽ നോബിൾ കോസസ് എന്ന് പറയും. അപ്പം നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. യുദ്ധത്തിന് വേണ്ടി, മാസ് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു വെപ്പണായിട്ട് നമുക്കിത് വെപ്പൺ ഫോർ മാസ് ഡിസ്ട്രക്ഷനാണ് ഉണ്ടാകുന്ന എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്. ഇപ്പോൾ ഇറാനെ ഇസ്രയേലും US കൂടി ചേർന്ന് ആക്രമിക്കുന്നത് എന്താ പറഞ്ഞിട്ടാണ്? നിങ്ങളുടെ കൈവശം വെപ്പൺ ഫോർ മാസ് ഡിസ്ട്രക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ മാരകമായ പ്രഹരശേഷിയുള്ള എന്ന് മാത്രമല്ല ഒരുപാട് പേർക്ക് ഒരു വലിയ വ്യാപ്തിയുള്ള ഒരു ബോംബ് ന്യൂക്ലിയർ പവർ ആണ് എന്നുള്ള ധാരണയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടും അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവരും ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇറാൻ്റെ അടുത്ത് 450 കിലോയോളം യുറേനിയം 235 ഉണ്ട്. 60% പ്യൂരിറ്റി ഉള്ളതാണത്. അത് 90% ആവുമ്പോഴാണ് അത് ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനവർ ശ്രമിക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാലോ, മുമ്പത്തെ കുറച്ച് കാലം മുമ്പോട്ട് പോയാൽ ഇറാഖിനെ 2003 ആക്രമിച്ചപ്പോൾ എന്തുണ്ടായ? സദാം ഹുസൈൻ്റെ കൈവശം ഇതുമാതിരി തന്നെ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വെപ്പൺസ് ഉണ്ട് എന്നുള്ളതാണ്. മാസ് ഡിസ്ട്രക്ഷനുള്ള വെപ്പൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ആക്രമിച്ചത്. എന്നിട്ട് എന്ത് കിട്ടി? ഒരെണ്ണം പോലും കിട്ടിയില്ല. ആ രാജ്യം കുട്ടിച്ചോറാക്കി. ഇപ്പോൾ കഴിഞ്ഞത് 20 കൊല്ലമായിട്ട്, 20 കൊല്ലത്തിലേറെയായിട്ട് ഇപ്പോൾ അവരവിടെ ഇതേമാതിരി ബേസ് ഇട്ട് കളിക്കുക. ഏതായാലും ഇറാൻ അത് ഒരു തീരുമാനമാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കാലം ആ രാജ്യത്തിനെ നശിപ്പിച്ച് എന്ത് നേടി? ആലോചിക്കേണ്ട കാര്യമാണ്. അഫ്ഗാനിസ്ഥാൻ, ബിൻ ലാദൻ അമേരിക്കയിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്തു എന്ന് പറഞ്ഞാണ് അഫ്ഗാനിസ്ഥാൻകാരനായ അദ്ദേഹത്തെ അവിടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ആക്രമിച്ച് അവിടുത്തെ ഭരണകൂടമായിരുന്ന താലിബാനെ പുറത്താക്കി അവരുടേതായ അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവന്നു. പക്ഷെ എന്ത് ചെയ്തു? 6 വർഷം മുമ്പോ മറ്റാണ് അവിടുന്ന് ഞങ്ങളില്ല, ഞങ്ങൾക്ക് പറ്റില്ല അവിടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അഫ്ഗാനിലൊരു ബേസ് പോലുമില്ല. നിങ്ങളതും മനസ്സിലാക്കണം. ഇറാഖിൽ 2 ബേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അതിന് തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ അവർ ഗവൺമെൻറ്റിലേക്ക്, ഇറാഖ് ഗവൺമെൻറ്റിന് റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇറാഖിലുണ്ടായതും അഫ്ഗാനിലുണ്ടായാലും ലിബിയയിലുണ്ടായാലും വേണ്ട, വെനിസ്വേലയിൽ ഇപ്പോൾ ചെയ്തതും ഭരിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് അതിൻ്റെ കൺട്രോൾ എടുക്കുക. ലക്ഷ്യം എന്താണ്? അമേരിക്കയ്ക്കൊന്നുമില്ല. അമേരിക്കയ്ക്കൊന്നുമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണം. അമേരിക്കയ്ക്കുള്ളത് 4% ഇന്ധനം, 4% ലോകത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 4% ഉണ്ട്. പിന്നെയുള്ളത് ആയുധങ്ങൾ അവിടെ മറ്റേ പ്രൈവറ്റ് കമ്പനികളൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാറ്റലൈറ്റ്സ് വരെ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഷെയറൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെന്തേലും ആവട്ടെ, അതല്ല വിഷയം. പക്ഷേ ഇത് ചെയ്യുന്നത് അമേരിക്കയുടെ റോൾ എന്താണ്? ഈ മിഡിൽ ഈസ്റ്റ് വന്ന് നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് എന്താണ് റോള്? ഇറാഖ് വാറിൻ്റെ സമയത്തും അതിന് ശേഷവുമായിട്ടാണ് ഈ മിഡിൽ ഈസ്റ്റിൽ മുഴുവനായിട്ട് ഓരോരോ ബേസുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ബേസുണ്ട്.
ഈ ബേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കൂ, ചിത്രത്തിൽ നമ്മുടെ US ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യം ഇറാനെതിരെ പോകുന്ന നല്ല ദൈവവിശ്വാസമുള്ള, മതവിശ്വാസമുള്ള, സ്നേഹമുള്ള നല്ല മനുഷ്യരുടെ ഒരു നാടാണ് ഇറാൻ. അതിന് ഞാൻ ഇനി തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും. എപ്പോഴെങ്കിലും അവർ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം, അല്ല ആക്രമിച്ചിട്ടില്ലേ, ആരും അങ്ങോട്ട് പോയി ആക്രമിക്കുകയല്ലേ, ആക്രമിച്ചിട്ട് പിന്നെ അവരവരുടെ ഡിമാൻഡ്സ് പറയുക ചെയ്യാം. ഞാൻ ഇന്ന് യുദ്ധം തുടങ്ങും, 4 ദിവസം കഴിഞ്ഞ് തീർക്കും, 2 ദിവസത്തിനുള്ളിൽ പോയില്ലെങ്കിൽ അങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് 5 ദിവസം അവധി തന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്തല്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അതുപോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ എന്തുകൊണ്ട് ട്രംപ് ഈ 2 ദിവസവും 4 ദിവസവും 5 ദിവസവും കണക്ക് പറയുന്നു എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ലോകത്ത് ഈ ന്യൂക്ലിയർ ബോംബ്സും അറ്റോമിക് ബോംബ്സും ഇട്ട ആളുകളിൽ ആകെ ഈ അണുബോംബുകളും ന്യൂക്ലിയർ ബോംബുകളും ഇട്ടിട്ടുള്ള ഒരേ ഒരു രാജ്യം ഈ അമേരിക്കയാണ്. അതിനു മുമ്പും ഈ ജപ്പാനിൽ ഇത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടതിന് മുമ്പും ഇട്ടിട്ടില്ല, അതിന് ശേഷം ഇട്ടിട്ടില്ല, ഒരു രാജ്യവും ഇട്ടിട്ടില്ല, ഒരു രാജ്യത്തിലും ഇട്ടിട്ടില്ല. ഇവർക്കത് വീണ്ടും പുതിയ വേർഷൻസ് വന്നിട്ടുണ്ടാവും, പുതിയ തരം ബോംബുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ കണ്ടിട്ടുണ്ടാവും. ആ ആയുധങ്ങളൊക്കെ ഇവിടെ ഇടാനും 5 ദിവസത്തിനുള്ളിൽ ഗുഡ് ബൈ പറയിക്കാം എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചത്. ഈ കാര്യത്തിലാണ് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇറാനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമല്ലാണ്ട് മറ്റൊരു ചാൻസും ഇല്ല, ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ആരായാലും നമ്മളെ ശ്രദ്ധ വേണം. ഏത് രാജ്യമായാലും ഏത് സാധാരണക്കാരനായാലും. ഇപ്പോൾ ഇവരെന്താ ചെയ്തിരിക്കുന്നത്, എന്ത് സാധനത്തിനാണ് വില കൂടാതിരുന്നത്? അപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും വരെ വില കൂടി ഹോട്ടലുകളിൽ. 10 രൂപ ഉണ്ടായിരുന്ന സാധനം 15 രൂപയായി. വിശപ്പടക്കാൻ 3 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 30 രൂപയുടെ സാധനം 45 രൂപയായില്ലേ? നമ്മളങ്ങനെ ആലോചിക്കണം. നമ്മളൊരു സ്ഥിര വരുമാനക്കാരനാണ്, മാസം മേ ബി 10,000 20,000 കിട്ടുന്നത്. ഡെയിലി ഹോട്ടലിൽ ഇത്ര രൂപ, നമ്മൾ രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, രാത്രി വീട്ടിലെ ഭക്ഷണം, വീട്ടുകാരെ നോക്കണം. എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും? ഇതിനാരാ കാരണക്കാരൻ? നമ്മളാരുമല്ലല്ലോ. ഈ അപ്പുറത്തുള്ള ഇപ്പം 4% പെട്രോൾ അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ, ലോകത്തിലെ ഇന്ധനം ഉണ്ടായിരുന്ന US ഇപ്പം മറ്റേ സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നത്, ഇറാഖിൽ നിന്നുണ്ടായിരുന്നത് എല്ലായിടത്തുനിന്നും കൊണ്ടുപോയിട്ടും ഇപ്പോൾ വെനസ്വേല, ഇപ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയ രസം എന്താണ്, നമ്മുടെ ട്രംപ് പറയുന്നത് യുദ്ധം ഒരു തമാശയാണ് അദ്ദേഹത്തിന്. ഇറ്റ് ഈസ് ഫൺ എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവിന് എന്താ പറയുക? ലോകം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണോ? എൻ്റെ നാട് ഞാൻ തീരുമാനിക്കുന്ന ആൾ ഭരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ നാട് ആരെങ്കിലും ഭരിച്ചോട്ടെ, നമ്മൾ ആരോട് ചെല്ലുന്നില്ലല്ലോ. ബിൻ ലാദൻ എന്ന വ്യക്തി ഒരു ടെററിസ്റ്റ് ആയതും ഒരു തീവ്രവാദി ആയതും അദ്ദേഹം ഇങ്ങനെ അമേരിക്കയിൽ ഇങ്ങനെയെല്ലാം ചെയ്തു, വേൾഡ് ട്രേഡ് സെൻറ്ററിന് ഇങ്ങനെയൊക്കെ ചെയ്തു എങ്കിൽ അതിനകത്ത് ഒരു കാര്യം കൂടെ ആലോചിക്കണം, എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു? വെറുതെ അങ്ങനെ ഇരുന്നപ്പം എന്നാൽ 2 അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ലോ. എന്തുകൊണ്ട് ചെയ്തു എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പം അതാലോചിക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ പ്രവൃത്തികൾ കൊണ്ട് ഒരു മേ ബി ഇപ്പോൾ ഇറാനിൽ ചെയ്തു ഒരു 100 അല്ലെങ്കിൽ 1000 ബിൻ ലാദന്മാർ പുതിയതായിട്ട് വരും. കാരണം കുട്ടികളൊക്കെ ഇപ്പം 200 പെൺകുട്ടികളുള്ള പഠിക്കുന്ന സ്കൂളിൽ 2 സ്കൂളുകളിൽ ബോംബിട്ടിട്ട് ഈ കുട്ടികൾക്കും അച്ഛനും അമ്മയുണ്ട്, ചേട്ടന്മാരുണ്ട്, മറക്കരുത്. അവരിൽ 50% ഒന്നും പ്രതികരിച്ചില്ല എന്ന് തന്നെ വിചാരിക്കും, ദൈവത്തിൽ വിട്ടുകൊടുത്തുമല്ല. ബാക്കി 50%ൻ്റെ കാര്യം നമുക്കറിയില്ലല്ലോ, അവരെന്ത് ചെയ്യും, എന്താവുമെന്ന്. എന്തായാലും ദൈവവിശ്വാസികളാണ്. ബിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് ആലോചിക്കണം. നമ്മൾ ബിൻ ലാദനെ കുറ്റം പറയണം, അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറാണ്,
ലോകത്തെ മുസ്ലിം പള്ളികളിൽ മിക്ക വലിയ പള്ളികളും റിനോവേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ഒക്കെ ചെയ്ത അദ്ദേഹമാണ്. അപ്പം അദ്ദേഹം ടെററിസ്റ്റായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു കാരണം ഉണ്ടാവണം. അതല്ലാതെ ജനിച്ചു വീണപ്പോൾ തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ആക്കി എന്നല്ല നമ്മൾ മറ്റേ ഓരോരോ വിഭാഗക്കാർ പറയുന്ന മാതിരി അദ്ദേഹം ഇങ്ങനെയായി ജനിച്ചത് അതുകൊണ്ട് ഇന്നതായി അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതാലോചിക്കണം. അതൊരു കാര്യം. പക്ഷേ ഇവിടെ പ്രാധാന്യമുള്ളത് കാര്യം എന്താ വെച്ചാൽ ഈ 3 ദിവസം 4 ദിവസം 5 ദിവസം കണക്ക് അദ്ദേഹത്തെ കൊണ്ട് ഇനി പറയിക്കരുത്. അത് ഏത് നാട്ടുകാരനായാലും ശരി, എന്തായാലും ശരി, ആലോചിക്കുക. ഇതൊന്നും ഈ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ കൊല്ലുക അല്ലെങ്കിൽ ഒരു സുപ്രീം കമാൻഡറിനെ വധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം അവരുടെ കയ്യിലേക്ക് പോവുക ചെയ്യുക. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വെനിസ്വേല പോലെ ഉള്ള സംഭവങ്ങളുണ്ടാവും. എന്താണ് ആക്രമിക്കാൻ കാരണം? അവർക്ക് USSR അല്ലെങ്കിൽ റഷ്യയായിട്ട് ഇപ്പോൾ കുറച്ച് ബന്ധമുണ്ട്, നല്ല ടേംസിലേക്ക് പോകുന്നു. അത് ഇദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അമേരിക്ക അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിതിങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ക്യൂബ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. 15-20 ദിവസമായിട്ട് ഇലക്ട്രിസിറ്റി ഇല്ല. എല്ലാ പവർ പ്ലാന്റുകളും ഓഫ് ചെയ്തിരിക്കുകയാണ്. ഒരു സാധനം വിൽക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല. എല്ലാം സാങ്ഷൻസാണ്. എല്ലാം അമേരിക്ക നിരോധിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ആ രാജ്യം ഇപ്പോൾ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് കാരണം? അവരും ഇതുപോലെ തന്നെ US ബന്ധത്തിനേക്കാൾ കൂടുതൽ നല്ല ബന്ധം റഷ്യയുമായിട്ട് സ്ഥാപിക്കുന്നു, ചൈനയായിട്ട് സ്ഥാപിക്കുന്നു. ഈ ഒരു കാരണമേ ഉള്ളൂ, മറ്റൊരു കാരണവുമില്ല ഇതിനൊന്നും. നമ്മളിതിനെ പ്രതികരിക്കണം, പ്രതികരിച്ചേ പറ്റൂ. വാർത്തകൾ പലരും വായിക്കുന്നുണ്ട്, പല സംവിധാനങ്ങളിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ശരിക്ക് മനസ്സിരുത്തി എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ആലോചിക്കണം. ഇതിനെ പ്രതികരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പ്രതികരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അത് ശരിയാണ്, നമുക്ക് എന്താ ചെയ്യാൻ കഴിയാമെന്ന്. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ ഈ കള്ളന്മാർ അല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഒരുവിധ വാക്കിന് സ്ഥിരതയില്ലാത്തവരും ഈ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുക. ഇപ്പോൾ ഇവർ ചെയ്യുന്ന അതാണ് US ചെയ്യുന്നത്. എവിടെയൊക്കെ പെട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനെ കൈയടക്കി കഴിഞ്ഞാൽ ഇവർ ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുമാതിരി തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ലോകത്തെ 15% പെട്രോൾ അല്ലെങ്കിൽ ഈ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഉണ്ടാകുന്ന രാജ്യമാണ് ഇറാൻ. ഏറ്റവും കൂടുതലുള്ളത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഇപ്പോൾ ഓൾറെഡി അമേരിക്കയുടെ കീഴിലാണ്, ബേസൊക്കെ ഉള്ള രാജ്യമാണ്. അതാണ് ഇവരുടെ ഈ ശത്രു തന്നെ ഉണ്ടാക്കാൻ കാരണം. ഇറാനെ ഇസ്രയേൽ അതിന് വേണ്ടിയിട്ടുള്ള സഹകരണം ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ട്രംപ് പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ട്രംപ് 5 ദിവസം അവധി കൊടുക്കണം, ഇവിടെ 5 ദിവസത്തിനുള്ളിൽ പരിപാടി തീർക്കാൻ നോക്കുകയാണ്. ഇസ്രയേൽ അണുവായുധമുള്ള രാജ്യമാണല്ലോ, എന്തുകൊണ്ട് അമേരിക്ക ഇസ്രയേലിനെ ആക്രമിക്കുന്നില്ല? ലോകത്തിപ്പം ഏറ്റവും വലിയതെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അണു റിയാക്ടർ, ദാറ്റ് ഈസ് ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ഇസ്രയേൽ. കരുതിയിരുന്നു ഇങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് 4 ദിവസം കൂടി തീർക്കാമെന്നൊക്കെ വിചാരിച്ചു. ആദ്യത്തെ ദിവസം തന്നെ ഏത് യുദ്ധത്തിലാണ് ഇങ്ങനൊരു വൃത്തികേട് കാണിക്കുക? ആര് കാണിക്കും ഇതുപോലെ? നമ്മളതുകൊണ്ട് തന്നെ പ്രത്യേകം നമുക്കൊരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു രാജ്യത്തിൽ കയറിയിട്ട് രാജാവിനെ അങ്ങോട്ട് തട്ടിക്കളയുക, അത് കഴിഞ്ഞ് കുറേ കുട്ടികളെ അവരെയൊക്കെ നശിപ്പിക്കുക, പേടിച്ചിട്ട് അവർ വന്നിട്ട് അടിയറവ് പറയുക. ഇതൊന്നും എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ക്യൂബയ്ക്ക് വെളിച്ചം കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയും വെളിച്ചവും കട്ട് ചെയ്തിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ക്യൂബ സറണ്ടർ ആവും. കാരണം അവർക്ക് വേറെ വഴിയില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ യുദ്ധത്തിൽ US തോറ്റാൽ US തീർന്നു. കാരണം പല രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിച്ചും ഇതുമാതിരി കട്ടും മുടിച്ചും കൊണ്ടുപോകാണ് അവരുടെ പണി. അത് അവസാനിക്കും. ഈവൻ ക്യൂബ ആയാലും വെനിസ്വേല ആയാലും തല പൊക്കും.
ഇപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞ തീരുമാനമില്ല, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്ത് അവർ കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളൂ. ഇനി അദ്ദേഹത്തിന് അതിനുള്ള ബുദ്ധിയുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ആലോചിക്കൂ, ഇപ്പം ഞാൻ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് അതിക്രമിച്ച് കയറി എന്തെങ്കിലും എന്താ പറയുക അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങളെന്താ വെറുതെ ഇരിക്കുമോ? ഞാൻ നിങ്ങളുടെ അയൽപക്കമാണ്, ശരി, ഞാനും നിങ്ങളുമായിട്ട് ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടായെന്ന് വരും, അതിർത്തി തർക്കമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വരും, ഇല്ലെന്നൊന്നും പറയത്തില്ല. അത് നമ്മൾ തമ്മിലല്ലേ തീർക്കേണ്ടത്? അതോ മറ്റു ദൂര സ്ഥലത്തു നിന്ന് ഒരാൾ വന്നിട്ട് കുറച്ച് ഇതുമാതിരി ശക്തിയും പവറൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് അത് തീർക്കുക? അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർ കാരണമുള്ളത് ഇറാനെ ആക്രമിക്കാൻ? സംശയം ഇതുണ്ട്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, WMD പറയും, അതുണ്ട്. ഇല്ലയെന്നുള്ളത് UN വരെ ബോധ്യമുള്ള കാര്യമാണ്, പലപ്പോഴായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ എൻ്റെ. പിന്നെ രണ്ടാമത് കാരണം പറഞ്ഞത് എന്താ? ഞങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് അവർ ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങൾ കരുതിയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ആക്രമിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞു ഇനി ഒരു നേതാക്കന്മാർ ഞങ്ങൾ പറയുന്നവർ മാത്രമേ അവിടെ ഭരിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന്. ഇത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഒരു കൊച്ചു വീട്ടിൽ പോലും സമ്മതിക്കില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഇനി ഞാനാ നോക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ആരും സമ്മതിക്കില്ല. അതും അതേപോലെ തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യം, രാഷ്ട്രവും കൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സുപ്രീം കമാൻഡറായിട്ടുള്ള ആളെ വധിക്കും, ശരി, അദ്ദേഹത്തിനെ വധിക്കാതിരിക്കാൻ ഒരുപാട് രീതിയിൽ ഇറാനിന് ചെയ്യാമായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയുക ചെയ്തത്. നിങ്ങൾ എന്നെയല്ല, 9 കോടി ജനങ്ങളുണ്ട് ഇറാനിൽ, ഈ 9 കോടി ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നൊരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ട്രൂമാൻ ചെയ്ത മാതിരി മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എന്ത് കാര്യത്തിൻ്റെ പുറത്താണെങ്കിലും ശരി, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ശരി 6-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇവർ പറയുന്ന കാരണങ്ങളുണ്ടല്ലോ, മറ്റേ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ പറഞ്ഞത് മേ ബി അവർക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവർ ആക്രമിച്ചു പോയതാണെന്നാണ് ട്രംപ് പറഞ്ഞത്. കൂർദ് ഐലൻഡ് ആക്രമിക്കേണ്ട കാര്യം വന്നപ്പോൾ അവർ പറഞ്ഞാൽ മാനസികമായിട്ട് അവർക്ക് വിഷമം തോന്നിയപ്പോൾ അങ്ങനെ ആക്രമിച്ചു പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞതൊന്നും അവിടെയുള്ള മനുഷ്യർക്കില്ലേ? അവർക്ക് ആക്രമിക്കാൻ പാടില്ലേ? നമ്മളിപ്പം ആലോചിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ ഒരു മുസ്ലിം രാജ്യവും ഈ ഇസ്രയേലിനൊപ്പം നിൽക്കാൻ പോകുന്നില്ല. ഇസ്രയേലിനെ കുറിച്ച് അവർക്കൊക്കെ നല്ല ഗ്രാഹ്യമുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ഈ യുദ്ധത്തിൽ ഇറാനെതിരായിട്ട് നിൽക്കേണ്ടി വരുന്നത്? അമേരിക്കയുടെ ബേസ് ഉള്ളതുകൊണ്ട്. അമേരിക്കയുടെ ബേസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിനവിടെ പ്രസക്തിയില്ല, നടക്കില്ല. അത് നടന്നാൽ തന്നെ ഇറാൻ എന്ത് ചെയ്യണമെന്ന് ഇവർക്കൊക്കെ അറിയാം. ഒന്നും ചെയ്യില്ല ഇറാൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെക്കുക. ഈ പറഞ്ഞ രാജ്യം ചെയ്യുന്നത് ഭയങ്കര ദ്രോഹമാണ് എന്നത് മാത്രമല്ല, ഇറാനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. തോൽപ്പിക്കണമെങ്കിൽ ഇതാണ് അവരുടെ ആകെ ഈ ട്രൂമാന് പഠിക്കണം. ട്രൂമാൻ ചെയ്ത വൃത്തികേട് അനുകരിക്കുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് ആവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താണ്? പവർ പ്ലാന്റ്സ്, എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ആയിട്ടുള്ള പവർ പ്ലാന്റ്സ് ഉണ്ട് ഇപ്പോൾ ഇറാനിലൊക്കെ. അത് ആക്രമിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ആക്രമണം അവരുടെ തന്നെ, കാരണം അവരവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത് ഞങ്ങളിട്ടപ്പോൾ പൊട്ടിയതെന്ന് പറയാനാണ്. അപ്പോൾ അതിൽ വരെ അവർ കാണിക്കുന്ന ഈ ക്രൂക്കറ്റ് ബുദ്ധി എന്തായാലും ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു എന്ന് മാത്രം. അല്ലാതെ എനിക്ക് ഇറാനായാലും ശരി അമേരിക്ക ആയാലും ശരി 2 സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷേ ന്യായം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഹിസ്റ്ററി എത്ര ഈ പറഞ്ഞ
100 കൊല്ലത്തിനിടയ്ക്ക് എത്ര യുദ്ധത്തിൽ, ഫസ്റ്റ് വേൾഡ് വാറിലും 1900 എനിക്ക് തോന്നുന്നു 19 മറ്റാണെന്ന് തോന്നുന്നു US അതിനകത്ത് കൂടിയത്. അതുവരെ US ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവർ കൂടിയിട്ട് അവർ പിന്നെ നമ്മുടെ ജർമ്മനീനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജർമ്മനീനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ജർമ്മനിക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ എയ്ഡൊക്കെ കൊടുത്തു. അത് ഇൻട്രസ്റ്റുള്ള ഫൈനാൻസാണ്, വലിയ വലിയ എമൗണ്ടൊക്കെ കൊടുത്തു, സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സഹായിച്ചു. ഹിറ്റ്ലർ അതൊക്കെ വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ജർമ്മനീനെ ഒരു വഴിക്ക് എത്തിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, ഇനി ഇങ്ങ് തിരിച്ചടയ്ക്കാനൊന്നും സൗകര്യമില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. അത് യുദ്ധത്തിലേക്ക് വഴി തെളിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് വേറെ പല കാരണങ്ങളും കാണിക്കും കേട്ടോ. ഇതൊന്നും അല്ല കാരണം, ഇതൊക്കെ തന്നെയാണ് അവിടെ നിന്ന് കിട്ടാനുള്ളത്. ഇപ്പം തന്നെ എന്താണ്, ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ എന്താണ് ഇവർക്ക് താല്പര്യം? കൈവിട്ട കളിയായിപ്പോയി. കാരണം ഇവർ വിചാരിച്ചത്, ഇവിടെ ഒതുങ്ങുന്ന വിചാരിച്ചത് ഇത് മൊത്തമായിട്ട് പ്രശ്നമായി. എൻ്റെ വീട്ടിലെ അടുക്കള നിങ്ങളുടെയാണെന്ന് പറയണതിൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഒരു കടലിടുക്കൊക്കെ ഒരു രാജ്യത്തിൻ്റെ ആണെങ്കിൽ, ഇപ്പം ഇന്ത്യൻ ഓഷ്യനിൽ ഓരോ രാജ്യത്തിനും കടലിൽ നിന്ന് കരയിൽ നിന്ന് ഇത്ര കിലോമീറ്റർ വരെ അവരുടെ ഇതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആരെങ്കിലും പറത്തിയവരെ നമുക്ക് വെടിവെച്ചിടാം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർ ഇതുമാതിരി പോകാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം. ഇത്രയും കാലം ഫ്രീ ആയിട്ട് പോയി എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ അത് പറ്റില്ല. കാരണം ഇപ്പം അവർ പറയുന്ന ഡിമാൻഡുകൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. കാരണം എങ്ങനെയാണ് ഇത്ര വർഷമായി, 81 വർഷമായി, 8 പതിറ്റാണ്ട് കഴിഞ്ഞു, എന്നിട്ടും അതിനൊരു ഉത്തരം അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഓഗസ്റ്റ് മാസം 6 ഈ മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺ ആദ്യമായിട്ട് ലോകത്ത് ഉപയോഗിച്ച US ആണ് ഇന്ന് ഇത് വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെന്ന് ക്ലെയിം ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി അതിന് പുറകെ പോയി അവരെ ആക്രമിക്കാൻ നോക്കുന്നത്. അവര് ആ വിധാനം 4 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു പരീക്ഷണം നടത്തി എന്ന് പറയുമ്പോൾ അതിന് പോലും ഉത്തരം പറയാൻ പറ്റാത്തവരാണ്. ആദ്യത്തെ ബോംബ് പൊട്ടി 80,000 മരിച്ചുവെങ്കിൽ അടുത്ത ബോംബ് പൊട്ടിയിട്ട് 4 ദിവസത്തിന് ശേഷം വീണ്ടും 40,000. ജപ്പാനിലെ ഈ പറഞ്ഞ പ്രദേശത്തൊന്നും സിവിലിയൻസ് അല്ലെങ്കിൽ സാധാരണക്കാരല്ലാണ്ട് ആരുമില്ല. അപ്പോൾ അവരെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇത് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഇതിനകത്തുള്ള ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, അവർക്കിത് പരീക്ഷിക്കണം. പക്ഷെ ഒരു യുദ്ധത്തിൽ, ഒരു രാജ്യത്തിൽ, അത് ജപ്പാൻ അവിടെ നിന്ന് പിൻവാങ്ങിയില്ല, അല്ലെങ്കിൽ തോൽവി സമ്മതിച്ച് മാറി നിന്നില്ല. അവർക്ക് യുദ്ധം വേഗം അവസാനിപ്പിക്കണം എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇത് പരീക്ഷിച്ച് 2 തവണ പരീക്ഷിച്ചിട്ടുള്ളൂ ലോകത്ത് ആകെ. ആ 2 തവണയും പരീക്ഷിച്ചത് US ആണ്. US ഇപ്പം ഇസ്രയേൽ മറ്റൊരു ഈ ന്യൂക്ലിയർ ശക്തിയാണ്. അപ്പൊ അവരെ ആക്രമിക്കാതെ ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്നത് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ യുദ്ധത്തിന് ഒരാളെ നമ്മൾ സെക്കൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക മാനസികമായിട്ട്, അല്ലാതെ നമ്മൾ പോയിട്ട് യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ചിലപ്പോൾ പറയാം അവർ ജയിക്കണം, ഇവർ അങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. പക്ഷെ വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരുടെ കാര്യമല്ല ഇതൊന്നും. നമ്മുടെ അയൽപക്കത്തുള്ള വഴക്കിനൊക്കെ അമേരിക്ക വന്ന് ഇടപെടുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പം നമുക്കറിയാലോ. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ അറിയാലോ. എന്തെല്ലാം കാര്യത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വഴക്കുകളിൽ അമേരിക്ക ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇടപെട്ടു എന്ന് നമുക്കറിയാം. അവര് 2 രാജ്യത്തിനും വേണ്ടി കളിക്കും. അവർക്ക് വേണ്ടത് മറ്റൊന്നാണ്. അവരിപ്പം രാജ്യത്തിനുള്ളിൽ കലാപം ഉണ്ടാക്കും. ഇപ്പം അവർ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഇസ്ലാമിക് റെജീമിൽ നമ്മുടെ ഇറാനിലുള്ളത് മാറിയേ പറ്റുമെന്ന്. അത് അവരുടെ കാര്യമല്ല ശരിക്കും. അവിടെ ആര് ഭരിക്കണം എന്നുള്ള അവിടുത്തെ ആളുകളെ തീരുമാനിക്കുക.
അപ്പൊ അത് മാറ്റാൻ വേണ്ടി മറ്റൊരു രാജ്യം ശ്രമിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത് ചെയ്തിട്ട് അവർക്ക് എന്ത് കാര്യമുള്ളത്? അവിടെ സുഗമമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് അവർ നോക്കിക്കോളും. പ്രശ്നമുണ്ടെങ്കിൽ അവരടുത്തുള്ള ആൾക്കെന്ന് ചോദിച്ച് തീരുമാനം എടുത്തോളും. ഈ ആവശ്യമില്ലാത്തതിന് എന്തിനാ പോയി തലയിട്ടിട്ട്? എല്ലാപ്പോഴും തലയിട്ടു, എല്ലായ്പ്പോഴും തൽക്കാലം തട്ടിമുട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ അവർക്ക് ജയിക്കണമെങ്കിൽ വേറൊരു മാർഗമില്ല. ആ മാർഗം തൽക്കാലം നടക്കില്ല എന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി ഇത് ചെയ്ത സ്ഥലം ജപ്പാൻ. ആ ജപ്പാനിൽ നമ്മൾ അതിനുശേഷം ഈ പറഞ്ഞ 45 മുതൽ ഈ ഇപ്പൊ 2026 81 വർഷമായി. 81 വർഷത്തിന് ഇടയിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് പങ്കുവയ്ക്കാം. അപ്പം നിങ്ങൾക്ക് അത് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.